നല്ല തണുത്ത കാറ്റ്, അതുപോലെ തന്നെ നല്ല കോടമഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് പെയ്തിറങ്ങുന്ന ചാറ്റൽ മഴ. ഈ സമയത്ത് നമ്മൾ വയനാട്ടിലോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവില്ലേ? അതും വയനാട്ടിലെ ചൂരൽമലയിലേക്കാണല്ലോ. മഴക്കാലത്ത് ചൂരൽമലയിൽ സാധാരണ പോക്ക് ഭയങ്കര റിസ്ക്കാണ്. എന്നാൽ മഴക്കാലത്ത് ചൂരൽമലയിൽ പോയാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. നമ്മുടെ യാത്ര വയനാട് ജില്ലയിലെ ചൂരൽമലയിലേക്ക് ഒരിക്കൽ കൂടി ഈ മഴക്കാലത്തൊന്ന് പോയി നോക്കാം. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നടക്കുന്നതെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. വെൽക്കം ബാക്ക് റോയ് 3R വീഡിയോസ്. പുതിയൊരു കിടിലൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ വയനാടിൻ്റെ കവാടം കടന്നു കൽപ്പറ്റയിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ചൂരൽമല ബസ് വരുന്നത്. പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ചൂരൽമലയിലേക്കുള്ള KSRTC ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ബസ്സിലാണ് ചൂരൽമലയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ടിക്കറ്റ് കിട്ടി. എനിക്ക് ടിക്കറ്റിന് ചാർജ് ഉണ്ടെങ്കിലും വൈഫിനും മോക്കും ടിക്കറ്റ് ചാർജ് ഇല്ല. കാരണം കണ്ടില്ലേ, പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ ബസ് അതാണിത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്രകളിൽ അവർക്ക് ഒരു ടിക്കറ്റും എടുത്തിട്ടില്ല. ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ വരെ എടുത്തിട്ടില്ല, ഇവിടുന്ന് ചൂരൽമലയിലേക്കും എടുത്തിട്ടില്ല. നമ്മൾ കൽപ്പറ്റ ടൗണിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ പുതിയ സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും ജനപ്രിയ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് 1 മാസം കൊണ്ട് അവർ നടപ്പിലാക്കി കഴിഞ്ഞത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്ക് ബസ്സിൽ യാത്രാ സൗജന്യം. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ പരിപാടിയാണ്. അങ്ങനെ കൽപ്പറ്റയിലെ പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാ ബസ്സും പുതിയ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടാണ് വയനാട്ടിൽ ചൂരൽമലയിലേക്കൊക്കെ പോകുന്നത്. കോഴിക്കോട്ടേക്കാണ് ശരി, എവിടെയാണെങ്കിലും ഇവിടെ കയറിയിട്ട് മാത്രമേ പോവുകയുള്ളൂ. ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ് കൽപ്പറ്റ. വയനാടിൻ്റെ എവിടേക്ക് തിരിഞ്ഞാലും ഭംഗിയാണ് കേട്ടോ. വലിയ പാറക്കൂട്ടങ്ങളൊരു മല, എവിടെ തിരിഞ്ഞാലും മനോഹരമായ കാഴ്ചകൾ മാത്രമാണ് വയനാട്ടിൽ. അതുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വയനാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ മേപ്പാടി ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ്. മേപ്പാടിയിൽ നിന്നാണ് ചൂരൽമലയിലേക്ക് തിരിഞ്ഞു പോകുന്നത്. മേപ്പാടിയിൽ നിന്ന് നേരെ ഊട്ടിയിലോട്ട് റോഡുണ്ട്. വലതുവശത്തേക്ക് ഒരു 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സൂചിപ്പാറ വാട്ടർഫാൾസിനോടേക്ക് എത്താം. അവിടെയാണ് ചൂരൽമല ടൗണൊക്കെ ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ചൂരൽമല മേപ്പാടി റോഡാണ്. ചൂരൽമലയ്ക്കൊരു 13 കിലോമീറ്ററാണുള്ളത്. അങ്ങനെ നമ്മുടെ ബസ് ചൂരൽമലയിലേക്കുള്ള യാത്ര വീണ്ടും തുടർന്നു. ഇനിയും അങ്ങോട്ട് കിടിലൻ കാഴ്ചകളാണ്. ഈ വരുന്ന റോഡാണ് നമ്മുടെ ആനക്കമ്പയിൽ നിന്ന് വരുന്ന തുരങ്കപാത. അത് ഞാൻ നിങ്ങൾക്ക് ഈ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം, എവിടെയാണ് തുരങ്കപാത വന്ന് ചാടുന്നതെന്നുള്ളത്.
ദൂരെയുള്ള മലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോടമഞ്ഞ് ഇങ്ങനെ പെയ്തിറങ്ങുന്ന കാണാം. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. ഇനിയും ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇതേ ആ കാണുന്ന നീല സ്ഥലം കണ്ടോ, നീല പെയിൻ്റ് അടിച്ച പോലെ, അവിടെയാണ് ആനക്കമ്പൊയിൽ നിന്ന് വരുന്ന തുരങ്കപാത വന്ന് ചാടുന്നത്. ഇനി ഇവിടുന്ന് നമ്മുടെ ഈ മെയിൻ റോഡിൽ കൂടെ മേപ്പാടിയിലോട്ടെത്തും. അതാണ് തുരങ്കപാതയുടെ പണിയാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലോട്ട് ഒരു ബദൽ റോഡ്, അതാണ് ഈ തുരങ്കപാതയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭവം കൊള്ളാം. കാരണം ചുരം ബ്ലോക്ക് കഴിഞ്ഞാൽ വയനാട്ടിലോട്ട് വേറെ വഴിയില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കാം. ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്നത് വയനാട്ടിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പേസാണ് 900 കണ്ടി. ഇവിടെ നിന്നങ്ങോട്ട് ട്രെക്കിങ്ങും അതുപോലെ തന്നെ യാത്രയൊക്കെ അടിപൊളിയാണ്. ഇവിടെ വരുന്ന യാത്രക്കാരെയൊക്കെ കൊണ്ടുപോകാനായിട്ടേ ഇവിടെ ഒരുപാട് ജീപ്പുകളുണ്ടാവും. നമുക്കൊരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ജീപ്പുകൾ ഇങ്ങനെ വരിവാരിയായിട്ട് നിർത്തിയിട്ട് കാണാം. ഇതുണ്ടോ, ഒരുപാട് ജീപ്പുകളുണ്ട്. ഈ ജീപ്പുകളിലാണ് നമുക്ക് 900 കണ്ടിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതുവരെ പോയിട്ടില്ല. ഒന്ന് പോയി വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഈ 900 കണ്ടിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. വരുന്നവർക്ക് അതൊക്കെ സൂചിപ്പാറയും 900 കണ്ടിയൊക്കെ കണ്ട് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജും കണ്ട് നമ്മുടെ ചൂരൽമലയിലെ ബെയിലിപ്പാലവും കണ്ടൊക്കെ മടങ്ങാം. അപ്പം ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ കാണുന്ന വഴിക്ക് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ സൂചിപ്പാറയിലോട്ട് പോകാം. ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന് സൂചിപ്പാറയിലോട്ട്. ഇതാ കാണുന്ന റോഡ്. ഞങ്ങൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യും. അതിനുശേഷം നാളെ നമ്മൾ വേറെ സ്ഥലത്തും പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്ന് നമുക്ക് നേരെ ചൂരൽമലയിലെ കാഴ്ചകൾ. ഞങ്ങൾ ചൂരൽമലയിലെ ബെയിലിപ്പാലം കാണാൻ പോവുകയാണ്. മഴക്കാലത്ത് ചൂരൽമലയിൽ എന്താ നടക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ അത്തിച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്തിച്ചോട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊരു സ്ഥലമാണ് കേട്ടോ. ഇത് മേപ്പാടിക്കുള്ള റോഡാണ്. ഇത് ചൂരൽമലക്കുള്ള റോഡ്. ഇവിടെ ഒരു അത്തിമരം ഉണ്ടായിരുന്നു. അവിടുത്തെ അത്തിമരം മുറിച്ചു മാറ്റി. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് അത്തിച്ചോട് എന്നാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടുന്ന് ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. വൈഫാണ് മുന്നേ നടക്കുന്നത്. ഞാൻ വൈഫോടെ നടന്നാണ് ചൂരൽമലയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും സംഭവങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് നടക്കണമെന്നറിയാം. ഇപ്പോൾ കുറച്ച് നല്ല കാലാവസ്ഥ കേട്ടോ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. അത് അവിടെ ഉണ്ട് വാങ്ങാൻ. അതാണ് അവിടെ ഉണ്ടെന്ന് ചൂരൽമലയിൽ കണ്ടോ, ചെറിയൊരു കൈത്തോട്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് പോയതാണ് ചൂരൽമലയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടെന്ന് കയറി കണ്ടു നോക്കിയോളൂ. ഇത് നമ്മൾ മഴക്കാലത്ത് വരുന്നതാണ്. ഇപ്പം മഴയില്ല, പക്ഷെ നല്ല മഴക്കാല ടൈമാണ്. ഇപ്പം മഴയില്ല. ഇതുണ്ട് ഒരു പാലം. ആ വീട്ടിലോട്ടുള്ളൊരു കമ്പിപ്പാലം. ഇത് നമ്മുടെ മന്ത്രിയാണ്, അഡ്വക്കേറ്റ് സിദ്ദീഖ്. ഡേ ഈ ചൂരൽമലയും പരിസര പ്രദേശങ്ങളൊക്കെ ആദ്യം, അതായത് ഉരുളുപൊട്ടുന്നതിന് മുമ്പ് അടിപൊളി വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു. ഇവിടെ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഉരുളുപൊട്ടി കഴിഞ്ഞപ്പം അതൊക്കെ അടച്ചു. കുറേ പേര് ഇവിടെ നിന്നൊക്കെ പോയി. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഉരുളുപൊട്ടൽ സംഭവിച്ചതിന് ശേഷം. പക്ഷേ വീണ്ടും ഇപ്പോൾ ചൂരൽമല ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെ ആയിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ബെയിലിപ്പാലം കാണാനും ഈ പ്രദേശം കാണാനൊക്കെ ഇപ്പം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി തീർന്നിരിക്കുകയാണ് ചൂരൽമല. ഇവിടെ ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. ഇത് മേപ്പാടി സെൻറ്റ് ജോസഫ് യു പി സ്കൂളിലെ ബസ്സുകളാണ്. ആ വീടിന് മുന്നിൽ നല്ലൊരു ഇല്ലിയുണ്ട് കേട്ടോ.
നീ ഇവിടെ ആദ്യമായിട്ട് വരല്ലേ വേലിപ്പാലം കാണാനൊക്കെ? ഞാൻ ഈ ചൂരൽമലയിൽ ഉരുൾപൊട്ടി അതിലെ അവരെ അധിവസിപ്പിക്കാനായിട്ട് കൽപ്പറ്റ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. വേലി കെട്ടുന്ന കമ്പിയല്ല. നമ്മളങ്ങനെ നടന്ന് ചൂരൽമലയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാനൊരു സംഭവം കാണിച്ചു തരാവേ. ഇതാ ഒരു റേഷൻ കട, അവിടെ നേരെ ഓപ്പോസിറ്റ് വേറൊരു റേഷൻ കട. ഇത് ഏലവയലിലെ റേഷൻ കടയും അതുപോലെ തന്നെ ചൂരൽമലയിലെ റേഷൻ കടയുമാണ്. 2 റേഷൻ കടകൾ അപ്പുറവും ഇപ്പുറവും. ഇത് ഈ മുന്നിൽ കാണുന്ന കാറുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടത്തോടല്ല. ഈ ചൂരൽമല ബേലിപ്പാലവും മറ്റും കാണാൻ വന്ന വിനോദസഞ്ചാരികൾ, മറ്റുള്ള ജില്ലയിൽ നിന്നും സ്ഥലത്തു നിന്നൊക്കെ വന്ന ആൾക്കാരുടെ കാറുകളാണ് ഈ 2 വശത്തും നിരത്തിയിട്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവിടേക്ക് ഒരുപാട് ആളുകൾ കാഴ്ചകൾ കാണാനായിട്ട് വരുന്നുണ്ട്. ബേലിപ്പാലവും അവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ചൂരൽമല ഉരുൾപൊട്ടിയ ആ പ്രദേശമൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതാണിത്. പണ്ട് നമ്മളിതാ ഇവിടെ എത്തിക്കഴിഞ്ഞാലേ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പോലീസ് നമ്മളെ അവിടെ തടഞ്ഞിട്ട് അപ്പുറത്തോട്ട് വിടൂലായിരുന്നു. ഇപ്പം നമുക്ക് ബേലിപ്പാലം വരെ പോയിട്ട് വരാം. ആദ്യം നമുക്ക് അങ്ങനെ കഴിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരുപാട് സംഭവങ്ങളോട് വിൽക്കാനും ചായക്കടകളും ഒക്കെ ഉണ്ട്. നമുക്കവരെ ആ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങി സഹായിക്കുകയും ചെയ്യാം. KSRTC ബസ്സൊക്കെ വന്നിട്ട് ഇവിടെ നിന്നാണ് തിരിച്ചു പോവുക. ഇവിടെ വരെ മാത്രമേ ഇപ്പോൾ ബസ് സർവീസ് ഉള്ളൂ. ആ കാണുന്ന ബോർഡിലുള്ളത് ഇവിടെ ആ ദുരന്തത്തിൽ മരണപ്പെട്ടവരെയും കാണാതായവരുടെയൊക്കെ ഫോട്ടോകളാണ് കേട്ടോ. നമ്മൾ ചായപ്പൊടി, കാപ്പിപ്പൊടി, തേന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഞാൻ നാളെ ഇവിടെ അച്ചാർ വാങ്ങിട്ട്. അപ്പോൾ നമ്മൾ ബേലിപ്പാലത്തിലോട്ട് കിടക്കാൻ പോവാണ്. ഇതാണ് ബേലിപ്പാലം. ഇതായിരുന്നു സ്കൂൾ. സ്കൂൾ ഇതൊക്കെ വന്നടിഞ്ഞാ. അവിടെ ഹെലികോപ്റ്റർ വന്നിട്ട് ഇതിലൂടെയാണ് അന്ന് കല്ലും മണ്ണും വെള്ളമൊക്കെ കൂടെ കുത്തി വെച്ച് ആ ചൂരൽമലയിലെ പുഴയാണ് കാണുന്നത്. ഇപ്പം മഴയൊക്കെ പെയ്തെങ്കിൽ അധികം വെള്ളമൊന്നുമില്ല. ഇതാണ് നമ്മുടെ സ്കൂൾ. അന്ന് ഒരുപാട് കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂൾ, വെള്ളാർമല സ്കൂളാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ് പേര് കേട്ടോ. അപ്പോൾ ഈ സ്കൂളിലോട്ടാണ് ആ കല്ലും മണ്ണും ഒക്കെ കൂടെ വന്നിടിഞ്ഞ് ഇന്ന് ഈ സ്കൂൾ ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്താണ്. ഒരുപാട് സങ്കടവും ദുഃഖവും വിഷമവും ഒക്കെ നമുക്കിവിടെ വരുമ്പം തോന്നും. കാരണം ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയ ഒരിടം. അതാണ് ഈ ചൂരൽമല ദുരന്തഭൂമി. ഇവിടെ വരുമ്പോൾ എപ്പോഴും നമുക്ക് ആ വിഷമവും സങ്കടവും ഉണ്ടാവും. അന്ന് നമ്മൾ ആ TV-യിലൂടെ കണ്ട കാഴ്ചകളും ഒക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഓർമ്മ വരും. ഒരു വല്ലാത്ത ഒരു സംഭവം. അന്ന് അവശേഷിച്ച ഒരു മരമാണത് കേട്ടോ. ഇടിഞ്ഞു വന്നു കണ്ട, അങ്ങ് ദൂരെ കാണുന്ന മല. ശരിക്ക് കിട്ടൂല അത്. അവിടെ നിന്നാണ് കേട്ടോ ഒളിച്ചെന്നത്. നമുക്ക് കറക്റ്റ് കാണാൻ കഴിയില്ല. കറക്റ്റതാ അവിടെ നിന്നാണ് 24 മണിക്കൂർ. നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകണം. ടിക്കറ്റ് കൗണ്ടറാണിത്. ഈ ജീപ്പുകളൊക്കെ അങ്ങോട്ടുള്ളതാണ്.
നമുക്ക് ഇവിടെ വരെ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇവിടേക്കൊക്കെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. നമ്മൾ ചൂരൽമലയിലോട്ട് വന്നാൽ നമുക്ക് ഇവിടെ വരെ മാത്രമേ പ്രവേശനമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. ഇതുണ്ട്, ബേക്കിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. മുണ്ടക്കൈയിലോട്ടൊന്നും നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ വരുമ്പം അന്ന് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ടി വിയിലാണ് കണ്ടത്. ഹെലികോപ്റ്റർ വന്നൊക്കെ അതെ ഇവിടെയാണ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയതൊക്കെ, ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ടിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഓർമ്മ വരികയാണ്. ഉണ്ടല്ലേ, അന്ന് ഉരുൾപൊട്ടലുണ്ടായപ്പം അവശേഷിച്ചത് ആ ഒരു മരമാണ്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ വന്നിട്ടേ ഇതാണ്ടോ ഈ കാണുന്ന വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതൊക്കെ അന്ന് ഉരുൾപൊട്ടൽ നാശം സംഭവിച്ചതാണ്. ഈ ബോർഡിൻ്റെ ബേക്കിലോട്ട് നമ്മൾ കാല് വെച്ചപ്പോൾ തന്നെ അവിടെ വിസിലടിച്ചു കേട്ടോ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ഒരടി നീങ്ങാൻ പറ്റില്ല. അപ്പം അവർ നമ്മളെ വിസിലടിച്ച് ഇങ്ങോട്ട് വരാൻ പറയും. കാരണം അങ്ങോട്ട് നമുക്ക് ഇപ്പോഴും മുണ്ടക്കൈ ഭാഗത്തോട്ട് നമുക്ക് പോകാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പം മഴക്കാലം ആയാലും ശരി, ഇപ്പം മഴയില്ല എങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. വീണ്ടും ഒരു മഴക്കാലം വന്നപ്പോൾ നമ്മൾ ചൂരൽമലയിലേക്ക് വന്നാണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടുനോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സംഭവങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ വന്നത് മഴയില്ലാത്ത സമയം നോക്കിയിട്ടോ. നല്ല മഴക്കാലമാണെങ്കിലും ഇപ്പം നമ്മൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാലേ ഞങ്ങൾ മുണ്ടക്കൈയിലോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി വരാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കങ്ങോട്ട് പ്രവേശനം ഇപ്പോഴും അനുവദനീയമല്ല. അതുകൊണ്ട് ബെയിലിപ്പാലം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഈ ബെയിലിപ്പാലത്തിൻ്റെ ഡീറ്റെയിലൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അന്നുണ്ടായ ദുരന്തത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്നത്. അന്ന് ഇതായിട്ട് അവിടെ പോയിക്കോട്ടെ. ആ ബിൽഡിങ്ങൊക്കെ ആ മഴയത്ത് പോയതാട്ടോ. ആ ദുരന്തത്തിൽ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതൊരു കുഞ്ഞു തോട്. അതൊക്കെ ഭിത്തിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അരച്ചളി. ഇവിടേക്ക് പ്രൈവറ്റ് ബസ്സോ സർവീസ് ഉണ്ട് കേട്ടോ. മേപ്പാടിന്ന് വരുന്നതാണ്. അപ്പോൾ ചൂരൽമലയിൽ മഴയാണെങ്കിലും ശരി വെയിലാണെങ്കിലും ശരി ഇപ്പം നമുക്ക് മുണ്ടക്കൈയിലോട്ട് പ്രവേശനമില്ല. പോലീസുകാർ നമ്മളെ വഴിക്ക് തടയും. ബെയിലിപ്പാലം വരെ പോവാ, തിരിച്ചു വരാം കണ്ടിട്ട്. അതാണിപ്പം ഇവിടെ ഉള്ളവർക്കാണെങ്കിലും പോകാൻ പറ്റുന്നൊന്നുമില്ല. അങ്ങനെ അറിയാം. ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി കൊണ്ടാന്ന് പറഞ്ഞല്ലോ, ചേച്ചിക്ക് വരാൻ പറ്റാത്തോണ്ടല്ലേ. അതറിയില്ല. നമ്മളിപ്പോൾ പോയിട്ട് ടൂറിസ്റ്റുകൾ അനുവദിക്കുന്നില്ല. നമ്മളിപ്പോൾ പോയിട്ട് ബെയിലിപ്പാലം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ നമ്മളെ തിരിച്ചു വിളിച്ചു. പോകാൻ പറ്റിയില്ല. അതൊക്കെയാണ് ചൂരൽമലയിൽ നടക്കുന്ന സംഭവങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ വരേണ്ടവർക്ക് ചൂരൽമല വരാം. ബെയിലിപ്പാലമൊക്കെ കണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു പോകാം. ഭയങ്കര സൗണ്ടായിരുന്നു നടക്കുന്നത്. അത് ചെല്ലി അതിൻ്റെ അങ്ങനത്തെ ഒരു പാലല്ലേ. ഈ ബെയിലിപ്പാലം കാണാൻ വരുന്ന കാരണം വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ മിലിറ്ററി ഒറ്റ ദിവസം കൊണ്ട് പണി തീർത്താണ്. മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒറ്റ ദിവസം കൊണ്ട് പണി തീർത്ത് കൊടുത്ത ഒരു പാലമാണ് ഈ ബെയിലിപ്പാലം. ഉള്ളിവട ഇനി ചായക്ക് പറഞ്ഞിട്ട് കേട്ടോ. ഇതെന്നാ പഴംപൊരി. പഴുക്കാത്ത പഴം.
നൈറ്റി ആയാലും കുറച്ച് സ്ട്രോങ് ആയിട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നത്. നമ്മുടെ ചൂരൽമലയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ, തുടരും. മഞ്ഞ് മൂടിക്കിടക്കുന്ന നമ്മുടെ വയനാട് ചുരം അടിപൊളിയല്ലേ?